ഇന്ന് ആക്ടിവിറ്റി 6 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കിയാൽ ഇതിൽ ബിഗ് സ്മോൾ എന്ന രണ്ട് വേർഡ് നമുക്ക് ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചതായിട്ട് കാണാം ഓരോ ഡാഷിൻ്റെയും സൈഡിൽ. അപ്പം അത് ബിഗ്ഗർ ഏതാണെന്ന് വെച്ചാൽ ബിഗ്ഗർ ആക്കുകയും ബിഗ്ഗസ്റ്റ് ഏതുണ്ടെന്ന് വെച്ചാൽ ബിഗ്ഗസ്റ്റ് ആക്കുക. അതുപോലെ തന്നെ സ്വീറ്റസ്റ്റ് സ്വീറ്റർ അങ്ങനെ എഴുതി കൊടുക്കാനാണ് ആ ഒരു രണ്ട് വേർഡ്സ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പം നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. There were 3 rose flowers in a garden. One flower was അവിടെ വരേണ്ടത് ബിഗ്ഗറാണ്, കാരണം ദാൻ ദ അതർ ടു. അപ്പം ബാക്കി രണ്ടിനേക്കാളും വലുപ്പമുള്ളതുകൊണ്ട് അത് ബിഗ്ഗറാണ് വരേണ്ടത്. അടുത്തത് നോക്കാന്ന് വെച്ചാൽ ഇറ്റ് വാസ് ദ അവിടെ ബിഗ്ഗസ്റ്റ് എന്നാണ് വരുന്നത്, കാരണം ഫ്ലവർ എമംഗ് ദ 3. അപ്പം 3 ഏറ്റവും വലുതായതുകൊണ്ട് അവിടെ ബിഗ്ഗസ്റ്റ് എന്നാണ് വേണ്ടത്. A bee flew to the biggest flower and drank its nectar. Nectar means അതിൻ്റെ തേൻ. Then it approaches to the next flower. അപ്പോൾ നമുക്ക് അടുത്ത ഫ്ലവറിനെ കുറിച്ച് നോക്കാം. The nectar of the flower was sweet. സ്വീറ്റ് എന്ന വേർഡാണ് അവിടെ മാറ്റി കൊടുക്കാനുള്ളത്. അപ്പോൾ അത് നമ്മൾ എഴുതേണ്ടത് സ്വീറ്റർ എന്നാണ് അവിടെ ആഡ് ആക്കേണ്ടത്, കാരണം ദെൻ ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് ഫ്ലവർ. അപ്പോൾ ഫസ്റ്റിനേക്കാളും സ്വീറ്റ് ആയിട്ടുള്ള ഇതായതുകൊണ്ട് സ്വീറ്റർ എന്നാണ് നമ്മൾ അവിടെ ആക്കേണ്ടത്. അപ്പോൾ അടുത്തത് നോക്കാൻ വെച്ചാൽ ബി ദെൻ ഫ്ലൂ ടു ദ തേർഡ് ഫ്ലവർ. പിന്നെ അത് മൂന്നാമത്തെ ഫ്ലവറിലേക്ക് പോയി. ദ നെക്ടർ ഓഫ് ദ തേർഡ് ഫ്ലവർ വാസ് ദ അവിടെ നമ്മൾ സ്വീറ്റസ്റ്റ് ആണ് കൊടുക്കേണ്ടത്, കാരണം ഓഫ് ഓൾ. അപ്പോൾ എല്ലാത്തിലും വെച്ചിട്ട് സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ സ്വീറ്റസ്റ്റ് എന്ന് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പം ഈ ഒരു ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആക്ടിവിറ്റി 6 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെയിറ്റ് ചെയ്യുക.